എന്താണ് മെഡിക്കൽ കോഡിങ്? മെഡിക്കൽ റെക്കോർഡ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫയൽസിനെ ആൽഫാബറ്റ് നമ്പറിൽ മിക്സഡ് കോഡിലേക്ക് മാറ്റുന്നതിനെയാണ് മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ കോഡിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റൽ ഡോക്ടറെ വിസിറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്ന് ഡോക്ടർ കണ്ടെത്തി മെഡിസിൻ റെഫർ ചെയ്യണം. മേ ബി ബ്ലഡോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും ആ പേഷ്യൻറ്റിൻ്റെ ഫയൽ അവിടെ കീപ്പ് ചെയ്യപ്പെടും. ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ഫയലിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ മേ ബി ആ ഒരു പേഷ്യൻ്റ് പനിയായിട്ടും വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു പനിക്കൊരു കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുമാതിരി തന്നെയാണ് ഓരോ അസുഖങ്ങൾക്കും ഓരോ കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഡിനെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ പ്രൊസീജിയറിലേക്ക് മാറ്റി അത് സബ്മിറ്റ് ചെയ്യുക എന്നതാണ് ഒരു മെഡിക്കൽ കോഡറിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ കോഡിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് റോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോഡറായിട്ടും ക്ലിനിക്കൽ കോഡറായിട്ടും വേക്കൻസികൾ വരുന്നുണ്ട്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് ജോബ് കിട്ടുക? ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് വേക്കൻസി വരുന്ന ഒരു ജോബ് തന്നെയാണ് മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ സാലറി വരുന്നത് 1.7 ലാക്ക് മുതൽ 5 ലാക്ക് വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ കോഡിങ്ങിൽ 3 ടെക്സ്റ്റ് ബുക്കാണ് മെയിനായിട്ട് വരുന്നത്. എപ്പിക്സ്, CPT, ICD. ഇതിൽ ICD എന്ന് പറയുന്നത് അസുഖങ്ങളുടെ കോഡായിരിക്കും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. CPT എന്ന് പറയുന്നത് എക്സ്റേ, ബ്ലഡ് തുടങ്ങിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. ഇനി എപ്പിക്സ് എന്ന് പറയുന്നത് എക്സ്റേ സർവീസുകൾ, അതായത് ആംബുലൻസ്, വെന്റിലേറ്റർ തുടങ്ങിയിട്ടുള്ള സർവീസുകളിൽ വരുന്ന കോഡുകളായിരിക്കും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇനി ഇതൊക്കെ ആർക്കൊക്കെ പഠിക്കാം? മിനിമം +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം. സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് നിർബന്ധമില്ല. ഇതൊരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത്. +2 ഡിഗ്രി തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആർക്കും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം. മെഡിക്കൽ കോഡിങ് കോഴ്സ് അവോധയിൽ ഫീസ് സ്ട്രക്ചർ വരുന്നത് 12,800 രൂപയാണ്. ആദ്യം 2,800 രൂപ അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. 3 മാസം കൊണ്ട് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 3 മാസം ഇന്റേൺഷിപ്പും ചെയ്ത് കഴിഞ്ഞ് ജാപ്പിലൂടെ നിങ്ങൾ തൊഴിൽ നേടുകയാണെങ്കിൽ ബാക്കി വരുന്ന 10,000 അടയ്ക്കേണ്ടതുള്ളൂ. ഇനി നിങ്ങൾ അവോധയുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്വയം തൊഴിൽ നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന 10,000 രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ടതില്ല. ഇനി ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത് അവോധയുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് CPC എക്സാം എഴുതി അഡീഷണൽ പെയ്ഡ് സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.